ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അവലോകത്തെ വീണ്ടും രക്ഷിച്ചു. വിധിക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി വിചാരണ പീഠം സംസാരിക്കുന്നു. ഞാൻ വിചാരണ പീഠം. എനിക്ക് ചിലത് പറയാനുണ്ട്. വിധിമൊഴികൾക്കായി കാത്തിരിക്കുന്ന കുറ്റവാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ തെറ്റുകളൊന്നും ചെയ്യാത്ത ക്രിസ്തു എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പുരോഹിത പ്രമുഖരും വിജാതീയരും ജനങ്ങളും കുറ്റങ്ങൾ നിരത്തിയപ്പോൾ നിഷ്കളങ്കതയുടെ മുഖമുദ്ര ചാർത്തിയ യേശു അഗാധമായ മൗനം അവലംബിച്ചു നിൽക്കുന്നു. ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തിൽ പോവുക എന്ന് പറഞ്ഞ് ക്രിസ്തു പാപിനിയെ സ്നേഹത്തോട് ചേർത്ത് നിർത്തിയത് ഓർമ്മയിൽ തെളിയും. ഒരാളെയും വിധിക്കാത്ത ക്രിസ്തു വിചാരണ നേരിടുന്നു. എനിക്ക് നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകുന്നു. ക്രിസ്തു അപ്പോഴും നിശബ്ദനായി നിലകൊള്ളുന്നു. അവന്റെ നിശബ്ദത എന്നെ ശബ്ദിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. എന്താണ് അവൻ ചെയ്ത തെറ്റ്? കവർച്ച നടത്തിയോ? കൊലപാതകം ചെയ്തോ? മനസാക്ഷിയെ മറധരിച്ച് നിങ്ങൾ ആക്രോശിക്കുന്നു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. നിങ്ങളുടെ രോഗങ്ങൾ അവൻ സൗഖ്യമാക്കിയത് അപരാധമാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ച് അവൻ പഠിപ്പിച്ചത് തെറ്റാണ്. നിങ്ങളുടെ വേദനകളെല്ലാം ഏറ്റെടുത്ത് സമാധാനം നൽകിയത് തെറ്റാണ്. വിചാരണ പീഠം നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഉത്തരമുണ്ട്. ഓ സ്നേഹനാഥ, മൗനത്തിലൂടെ നീ വിജയം നേടി. നിശബ്ദനായിക്കൊണ്ട് നീ എൻ്റെ ഹൃദയം കവർന്നു. നിന്റെ നിശബ്ദത എന്നെ വെല്ലുവിളിക്കുകയാണ്. ഇതെനിക്കൊരു പാഠമായിരിക്കട്ടെ. അസൂയ നിമിത്തവും ആധിപത്യം മൂലവും ഞാനും വിചാരണകൾ നേരിടാറുണ്ട്. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അവലോകത്തെ വീണ്ടും രക്ഷിച്ചു. മരം വെട്ടി എന്നെ ഒരു കുരിശാക്കിയപ്പോൾ അതൊരു പതിവ് പ്രക്രിയയാണെന്ന് ഞാൻ കരുതി. എന്നാൽ പ്രതീക്ഷിച്ചതിലും വിപരീതമായി. അവർ എന്നെ നിഷ്കളങ്കനായ ഈശോയുടെ ചുമലിലേക്കാണ് വെച്ചത്. നിർജീവനായ ഞാൻ അവന്റെ ദേഹത്തോട് ചേർന്നപ്പോൾ ജീവനുള്ള ഒരു പുതുവൃക്ഷമായി. ഇന്നലെ മുതൽ ഞാൻ ശാപത്തിന്റെ അടയാളമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ രക്ഷയുടെ പ്രതീകമായി. അവനൊറ്റയ്ക്ക് താങ്ങുകയാണെന്നെ. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത ആ കരുണാമയൻ നിങ്ങളുടെ പാപത്തിന്റെ ഭാരം താഴ്മയോടും വിനയത്തോടും കൂടെ സ്വീകരിക്കുന്നു. അവന്റെ കൂടെ സ്നേഹിതന്മാരാരുമില്ല. അവന്റെ കണ്ണുകളിൽ നൈരാശ്യമില്ല. അപ്പോഴും അവന്റെ കണ്ണുകൾ സ്നേഹത്താൽ തുളുമ്പുകയായിരുന്നു. കുറ്റം ചെയ്തവരെ ക്രൂശിക്കാൻ ധാരാളം തടിക്കഷ്ണങ്ങൾ ലഭിക്കും. എന്നാൽ നീതിമാനും നിഷ്കളങ്കനും നന്മസ്വരൂപനുമായ മറ്റൊരു ക്രിസ്തുവിനെ നിങ്ങൾക്ക് പകരം തരാനാകുമോ? പകരം വയ്ക്കാനില്ലാത്ത ഒന്നിനെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? മരവിച്ച മനുഷ്യരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഉത്തരമുണ്ടോ? ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അവലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഞാൻ നിങ്ങളെല്ലാവരും വാത്സല്യത്തോടെ വിളിക്കുന്ന അമ്മ. ഞാൻ തൊട്ടറിഞ്ഞ ദൈവപുത്രനെ കുറിച്ച് പറയട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മണ്ണിനെ മുക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടത്. തോളിൽ ഭാരം നിറഞ്ഞ കുരിശുമായി അവൻ എൻ്റെ മേൽ വീഴും. ഒരു കുഞ്ഞ് എൻ്റെ മാറിലമരുന്ന നിഷ്കളങ്ക സ്നേഹം.
സംഖ്യാതീതമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവൻ നടന്നു നീങ്ങിയ വഴിയിലൂടെ എൻ്റെ ഉരുമാറി ഉഴഞ്ഞു വീഴുന്നു. എന്നിൽ അവൻ പതിച്ചപ്പോഴുണ്ടായ നൊമ്പരം വാക്കുകൾക്കും അതീതമാണ്. വാവിട്ട് നിലവിളിക്കാൻ പോലും ആകാതെ എങ്കിലും ഞാനൊന്ന് ചെയ്തു. ചെടികളും ലതകളും താലോലിച്ച് വളർത്തുന്ന ഞാൻ ആ ദൈവ പൈതലിനെ ചേർത്തണച്ചു. വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ എനിക്കായില്ല. എങ്കിലും അമ്മ മണ്ണെന്ന നിലയിൽ ഞാൻ അതിനെ ആശ്ലേഷിച്ചു. ഒരു കുഞ്ഞ് അതിൻ്റെ നൊമ്പരം മുഴുവൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിലും അമ്മ കുഞ്ഞിൻ്റെ മുഖത്ത് നിന്ന് അത് ഒപ്പിയെടുക്കും. ഭാരിച്ച കുരിശുമായി എന്നിൽ പതിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ ഞാൻ അനുഭവിക്കുകയായിരുന്നു. അവൻ്റെ വ്യത എൻ്റെ ഹൃദയത്തെ ഛിന്ന ഭിന്നമാക്കി. നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും പിന്നാലെ പായുന്ന ഒരു ലോകത്തിൽ പരാജയങ്ങളിലും പരമാനന്ദമുണ്ടെന്ന് അവൻ തെളിയിക്കുകയായിരുന്നു. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കി അവന് നിരാശയായിരുന്നു ഫലം. ഈ ജനക്കൂട്ടത്തിൽ ആരുമില്ലേ അവനൊരു കൈത്താങ്ങാകാൻ? ഭൂമിയായ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്ക് മഹത്വം നൽകുന്നതൊന്നും നീ അവനിൽ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇതുപോലെ ധാരണാവസ്ഥയിൽ അവനെങ്ങനെ ഒറ്റപ്പെട്ടത്? നിനക്കുത്തരമില്ലേ? സ്നേഹീശോയെ, മറ്റുള്ളവർ നിരാശപ്പെടുമ്പോഴും ദുഃഖിതരാകുമ്പോഴും അമ്മ മണ്ണിനെ പോലെ അവരെ ചേർത്തണയ്ക്കുവാനും അവർക്ക് ശക്തി നൽകുവാനും ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുഖങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് എൻ്റെ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായി ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനായി അങ്ങ് ലോകത്തെ ഉപേക്ഷിച്ചു. കണ്ണുകളോട് കഥ പറയുന്നവരോട് എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എല്ലാം കാണുന്നവരല്ലേ കണ്ണുകൾ. കണ്ണുകൾക്ക് അസഹനീയമായ ആ കാഴ്ചയും എനിക്ക് കാണേണ്ടി വന്നു. നൊമ്പരം പേറുന്ന 4 മിഴികൾ, അമ്മയുടെയും മകന്റെയും ഹൃദയഭേദകമായ കൂടിക്കാഴ്ച. കണ്ണുനീരാണ് സാധാരണ ഞങ്ങൾ പൊഴിക്കാറുള്ളത്. എന്നാൽ ഇവിടെ അടർന്നു വീഴുന്നത് രക്തത്തുള്ളികളാണ്. സ്വന്തം അമ്മയെ പോലും ഒന്ന് വിളിക്കാനാവാത്ത വിധം അവൻ തടവിലാണ്. അതിനാൽ ശതകോടി വികാരങ്ങളാണ് അമ്മയ്ക്കും മകനുമിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതും കണ്ണുകളിലൂടെ. ആരെ താൻ മെഴുതുറന്ന് നോക്കിയോ? ആരെ താൻ മാറിലിട്ട സ്തന്യം പകർന്നോ? അവൻ ചെഞ്ചോരയുടെ നിർക്കയത്തിൽ കിടക്കുന്നതാണ് ആ അമ്മവിളികൾ കാണുന്നത്. പ്രപഞ്ച സൃഷ്ടാവിന്റെ കണ്ണുകൾ അവന്റെ അമ്മയുടെ നോട്ടം പോലും വ്യക്തമായി കാണാനാവാതെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ചിത്ത് അമ്മയുടെ ഹൃദയം ഉടച്ചു തകർക്കുന്നു. നീ ജനക്കൂട്ടത്തിനിടയിൽ ഹൃദയ നോവുകൾ പങ്കുവയ്ക്കുന്ന ഞങ്ങളുടെ മിഴികളെ നോക്കി നീ ആനന്ദിക്കുകയാണോ? ഞങ്ങളോട് സഹതാപമാത്രമായ ഒരു ഹൃദയം നിനക്കില്ലേ? മകനെ നഷ്ടപ്പെടാൻ പോകുന്ന ഒരമ്മയുടെ ഹൃദയ നൊമ്പരം നിന്നെ ആർദ്ര ഹൃദയനാക്കുന്നില്ലേ? നിന്റെ അമ്മയും ഈ അമ്മയും
തമ്മിൽ എന്ത് വ്യത്യാസം? സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളുടെ ഇരു കണ്ണുകളും നിന്റെ ശ്രേഷ്ഠദാനമാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ തുണങ്ങുന്ന ഹൃദയവതി അറിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിസ്സംഗതയുടെ ഈ ലോകത്തിൽ അനുകമ്പയുടെ പ്രതിബിംബങ്ങളാകാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമലകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടുദർശിച്ചു. മറ്റുള്ളവർക്ക് വേദന സമ്മാനിക്കുന്ന വസ്തുവാണ്. എൻ്റെ ഓരോ പ്രഹരവും കഠിനമായ വേദനയാണ് ഞാൻ നൽകുന്നത്. കുറ്റവാളികളുടെ ദേഹത്ത് ഞാൻ വീഴുമ്പോൾ ഞാൻ അതിൽ ആനന്ദം കണ്ടെത്താറുണ്ട്. എന്നാൽ ഇന്ന് നിഷ്കളങ്കനായ ഈ ഒരു 33-കാരൻ്റെ മേൽ ഇത്രയൊക്കെ ക്രൂരത ചാർത്തി ആഘോഷിക്കുമ്പോൾ മൗനം പിടിയാൻ ഞാൻ നിർബന്ധിതനാകുന്നു. നിങ്ങളാണ് എനിക്ക് അതിന് കാരണമായത്. അമ്മയും മകനും നേർക്കുനേർ നോക്കിയ ശേഷം അവർ ഇടംവലം തിരിഞ്ഞു. ആരെങ്കിലും ഒരു സഹായത്തിന് ഉണ്ടോ എന്ന് ഞാൻ നോക്കി. പടയാളികൾ ചാട്ടയായി എന്നെ വലിച്ചു നീട്ടി. കുരിശിന് ഒരു കൈത്താങ്ങായി കവറിൻകാരൻ ശമയോനെത്തി. പടയാളികൾ അവനെ നിർബന്ധിച്ചു. നന്ദിയുടെ മിഴികളുമായി ഈശോ ശമയോനെ നോക്കി. മൗനമായ ഈശോ പറഞ്ഞു, ഞാൻ അത് കേട്ടു. നിന്റെ ഈ സഹായം ഒരിക്കലും ഞാൻ മറക്കുകയില്ല. അത് ലോകമറിയും. ഈശോ ശമയോനോട് നന്ദി പറഞ്ഞു തീരും മുമ്പേ ഞാൻ ഈശോയുടെ മേൽ വീണ് കഴിഞ്ഞു. കൊലപാതകൾക്കും മോഷ്ടാക്കൾക്കും രാജ്യദ്രോഹികൾക്കുമൊക്കെ ഞാൻ മർദ്ദനമേൽപ്പിക്കാറുണ്ട്. എന്നാൽ ഇവൻ എന്ത് തെറ്റ് ചെയ്തു? എന്തിനാണ് ഈ പ്രഹരം? നിങ്ങളോട് ചോദിക്കുകയാണ്. ഉത്തരവുണ്ടോ നിങ്ങൾക്ക്? പടയാളികൾ നിഷ്കരണം അവനെ അടിക്കുകയാണ്. എല്ലാം നിശബ്ദമായി അവൻ ഏറ്റുവാങ്ങി. ഇതെല്ലാം കണ്ട ശമയോന് താങ്ങാനാവുന്നില്ല. ഓരോ അടിയും ഈശോയെ ശരീരം കീറിമുറിക്കുകയാണ്. അവന്റെ നരമ്പുകൾ ഓരോന്നും എണ്ണിയെടുക്കാം. അവന്റെ അസ്ഥികൾ എന്റെ ചാട്ടയേക്കാൾ ബലമുണ്ട്. അവന്റെ രക്തവും മാംസവും പൊതിഞ്ഞ് എന്റെ ചാട്ട അതെന്റെ കാഴ്ചയെ മറക്കുന്നു. ഈ നീതികേടിന്റെ ഭാഗമായി മാറിയതോർത്ത് ഞാൻ ലജ്ജിക്കുകയാണ്. ആദ്യമായി ഞാൻ നോവേൽപ്പിക്കാനല്ലാതെ മാപ്പ് ചോദിക്കുവാനായി അവന്റെ മേൽ വീണു. സ്നേഹനിധിയായ ഈശോയെ, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് ചാട്ടവാറടികൾ തന്നെയാണെന്ന് ഞാനും തിരിച്ചറിയട്ടെ. സ്നേഹം തുളുമ്പുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഒരു കരണത്ത് അടിക്കുന്നവന് മറുകരണം കാണിക്കുവാനുള്ള നിന്റെ പ്രബോധനം എനിക്ക് വഴിവെട്ടമാകട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമലകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടുദർശിച്ചു. ധീരവനിതയായ വെറോണിക്കയുടെ കയ്യിലെ വെള്ളത്തുണിയാണ് ഞാൻ. അവൻ പോകുന്നിടത്തെല്ലാം ഞാനുമുണ്ട്. ഈശോ ചെയ്ത സൽപ്രവർത്തികൾ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ അവൻ്റെ സങ്കട നേരത്ത് ഈ ജനക്കൂട്ടത്തിനിടയിൽ ഒരു നല്ല മനസ്സ് അവൻ തിരയുകയാണ്.
വർഷങ്ങളായി കൂടെ കൊണ്ടു നടന്ന ശിഷ്യരെവിടെ? ആരുപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് ആണയിട്ട പത്രോസ് എവിടെ? അടുത്തു നിന്നവരൊക്കെ വിട്ടകന്നു. ആര് ഇപ്പോൾ അവന് തുണ നൽകും? അവനെ ആശ്വസിപ്പിക്കും? ഈ നിർണായക നിമിഷത്തിലാണ് വെറോനിക്ക മുന്നോട്ട് വരുന്നത്. സകലരുടെയും പാപം പുറത്ത ഈശോ പാപിയായി അവഹേളിക്കപ്പെടുന്നത് കാണാൻ അവൾക്ക് ത്രാണിയില്ല. എന്നോടൊപ്പം അവൾ അവൻ്റെ തിരുമുഖം തുടയ്ക്കുമ്പോൾ എൻ്റെ ആനന്ദം അതിരുകൾ അറിയുന്നില്ല. മേന്മയുള്ള വെറുമൊരു തൂവാലയായ എന്നെ സൃഷ്ടിച്ച് എനിക്ക് ദൈവപുത്രന്റെ തിരുമുഖം തുടയ്ക്കാനുള്ള ഭാഗ്യം തന്നവൻ, അവൻ്റെ തിരുമുഖഛായ പതിഞ്ഞ ഞാൻ എത്ര അനുഗ്രഹീത. ദൈവപുത്രൻ എൻ്റെ മേൽ തിരുമുഖം അമർത്തി. ഈശോയെ കരുണാപൂർവം ഞാൻ തൊട്ടു. എൻ്റെ ചെറുകഥ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് അവൻ ഉറപ്പുമേകി. ഇവിടെ എൻ്റെ ചോദ്യം ഇതാണ്: നിന്റെ പാപഭാരം ചുമക്കുന്ന അവനെ സഹായിക്കാതിരിക്കാൻ നിന്നെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? ഈ വെള്ളത്തൂവാല നിന്നോട് ചോദിക്കുകയാണ്. നിനക്ക് ഉത്തരമില്ലേ? സ്നേഹീശോയെ, കരുണാർദ്ദ മാനസങ്ങൾ വിരളമാണ് ഈ ലോകത്തിൽ. സ്വാർത്ഥലിപ്തവും അഹന്തയും നിറഞ്ഞ സമൂഹത്തിൽ കരുണയുടെ വിപ്ലവവുമായി വെറോനിക്കയെത്തുന്നു. അവളെ പോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിയുവാനും അവരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുവാനും ഞങ്ങൾക്കും കൃപ തരണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുഖങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധപുരുഷനായി അങ്ങ് ലോകത്തെ വീടുപേക്ഷിച്ചു. കല്ലുകളായ ഞങ്ങൾക്കും അവനെക്കുറിച്ച് പറയുവാനുണ്ട്. നിരവധി കുറ്റവാളികൾ ഞങ്ങളുടെ പരുക്കൻ പ്രതലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ കടന്നു പോകുമ്പോഴെല്ലാം ഞങ്ങളുടെ കാഠിന്യം ഒരിക്കലും കുറയാറില്ല. എന്നാൽ നിറയെ സ്നേഹവുമായി കടന്നു വന്ന ദൈവപുത്രൻ ഭാരമുള്ള കുരിശു ചുമന്നുകൊണ്ട് രക്തത്തിൽ കുളിച്ച് ക്രൂരവും കൂർത്തതും പരിപരുത്തതുമായ കല്ലുകളായ ഞങ്ങളിലേക്ക് വീണപ്പോൾ ആഴത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ട് മാംസം പോലും തെറിച്ചു പോയപ്പോൾ കല്ലുകളായ ഞങ്ങളും തേങ്ങിപ്പോയി. അവന്റെ വിശുദ്ധ രക്തം ഞങ്ങളിലേക്ക് പതിച്ചപ്പോൾ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. ഈ പരുക്കൻ പാതയിലൂടെ അവൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ആരെങ്കിലും ഞങ്ങളെ പെറുക്കി മാറ്റിയിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഭാരമേറിയ ആ കുരിശുമായി ജീവിത നിയോഗം പൂർത്തിയാക്കാനായി അവൻ എഴുന്നേൽക്കുന്നു. ഹേ മനുഷ്യരെ, കല്ലുകളായി ഞങ്ങൾക്ക് പോലും വേദനിച്ചിട്ടും നിങ്ങളുടെ മനസ്സിൽ അവനോട് ഒരു സഹതാപമില്ലാതെ ദ്രോഹിക്കുന്നത് എന്തിന്? ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? സ്നേഹനിധിയായ ഈശോയെ, പലരുടെയും പുരോഗമന പാതകളിൽ ഞങ്ങൾ അവരെ തട്ടി വീഴ്ത്തുന്ന കല്ലുകളായിട്ടുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ജീവിതഭാരത്തിൻ്റെ ചുമടുമായി നിലംപൊത്തുന്ന അവരെ താങ്ങാനും തുണയ്ക്കാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുഖങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കും. എട്ടാം സ്ഥലം. ഈശോ മിശിഹ ഓസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീടുപേക്ഷിച്ചു. ഞങ്ങൾ നടപ്പാതകൾ. ഇന്ന് ഞങ്ങൾ വളരെ അസ്വസ്ഥരാണ്. ഇനിയും നിശബ്ദരായിരിക്കാൻ ഞങ്ങൾക്കാവില്ല. ലക്ഷ്യം തെറ്റി അനേകം പേർ നടന്നിട്ടുള്ള ഈ വഴിയിൽ നിശ്ചയദാർഢ്യത്തോടെ ഇതാ ഒരു മനുഷ്യൻ നടന്നു നീങ്ങുകയാണ്. പെട്ടെന്നാണ് ഒരു നിലവിളി ഉയർന്നത്. സ്ത്രീകളുടേതാണ് ആ കരച്ചിൽ.
നടവഴികളായ ഞങ്ങൾക്ക് ക്രിസ്തുവിനെയും ഈ വഴികളിൽ അവൻ മനുഷ്യർക്ക് ചെയ്ത അത്ഭുതങ്ങളെയും മറക്കാനാവില്ലല്ലോ. ആർദ്രഹൃദയരായ ഈ സ്ത്രീകൾക്കും അങ്ങനെ തന്നെ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ക്രിസ്തു സംരക്ഷിച്ചത്, ശിശുക്കളെ ആശീർവദിച്ചത്, കാനാൻകാരെ അനുഗ്രഹിച്ചതൊക്കെ അവർക്ക് മറക്കാനാകുമോ? അവന്റെ ആ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് വീടുകളിൽ തളച്ചിടപ്പെട്ട സ്ത്രീകൾ അവനെ കാണുവാൻ വന്നത് അവന്റെ മിഴികളെ പ്രത്യാശാഭരിതമാക്കുന്നുണ്ട്. നുറുങ്ങിയ ഹൃദയങ്ങളുടെ വൈദ്യോത്തമനായ അവൻ അവരെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ജെറുസലേമിലെ സ്ത്രീകളോട് താൻ ദൈവപുത്രനാണെന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. മനുഷ്യവംശമേ, ജെറുസലേമിന്റെ തെരുവീഥികൾ ചോദിക്കുകയാണ്, സകല മുറിവുകളും വെച്ചുകെട്ടിയ ഈ മനുഷ്യനെ ദ്രോഹിക്കുവാൻ ഇത്രയും ക്രൂരന്മാരാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? സ്നേഹീശോയെ, നുണങ്ങുന്ന അവരുടെ കണ്ണീരൊപ്പാനായില്ലെങ്കിലും അവർക്ക് നൊമ്പരം നൽകാതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുഖങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കൃഷ്ണനാൽ അങ്ങ് ലോകത്തെ വീട് രക്ഷിച്ചു. കാറ്റത്ത് പറക്കുന്ന നിങ്ങളെ അരോചകപ്പെടുത്തുന്ന വെറും പൊടിയാണ് ഞാൻ. ധൂളി എന്ന ഓമന പേരുണ്ട് എനിക്ക്. ആദ്യ വീഴ്ചയിൽ മണ്ണിനെ ചുംബിച്ചവൻ, രണ്ടാം വീഴ്ചയിൽ കല്ലിനെ മൃദുവാക്കിയവൻ, മൂന്നാം തവണ പൊടിയായ എന്നെ തലോടുകയാണ്. കാറ്റിൽ പറന്ന് അസ്വസ്ഥതയും കണ്ണുനീരും ഉളവാക്കുന്ന ഞാൻ ഭാരമേറിയ കുരിശുമായി രക്തത്തിൽ കുളിച്ച് അവനെൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ ഹൃദയഭാരത്താൽ എനിക്ക് പറക്കാനായില്ല. ഞാൻ അവനെ മെല്ലെ പൊതിഞ്ഞു പിടിച്ചു. പൊടിയായ എന്നെ പോലും തുടച്ചു നീക്കുവാൻ അവൻ ആഗ്രഹിച്ചുമില്ല. അവൻ്റെ കരുണാർദ്രമായ സ്നേഹം അനുഭവിച്ച് അവൻ്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് കാൽവരിയിലേക്ക് ഞാനും യാത്രയായി. കാൽവരിയിലെ കഠോര കാഴ്ചകൾക്ക് സാക്ഷിയേകേണ്ടി വരുമോ എനിക്ക്? എൻ്റെ ഹൃദയം നുറുങ്ങിയെങ്കിലും നിയമജ്ഞരും പടയാളികളും അവൻ്റെ ചുറ്റിലും നിൽക്കുമ്പോഴും ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, അവന് തെല്ലൊരാശ്വാസം പകരാൻ. ഹേ മാനവകുലമേ, നിഷ്ഠൂരമായ പീഡാസഹനങ്ങൾ കണ്ടിട്ടും അവനു വേണ്ടി നിങ്ങൾ സംസാരിക്കാത്തതെന്താണ്? ഉത്തരമുണ്ടോ നിങ്ങൾക്ക്? സ്നേഹമുള്ള ഈശോയെ, എത്ര ആദരത്തോടെയാണ് തോളിയെ പോലും നീ കരുതുന്നത്. വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ആരെയും വേർതിരിച്ച് കാണാതിരിക്കാൻ, സകലരെയും ബഹുമാനിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മറ്റുള്ളവരുടെ വേദനകളിൽ ആശ്വാസം പകരാൻ ഞങ്ങൾക്ക് തുണ നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കൃഷ്ണനാൽ അങ്ങ് ലോകത്തെ വീട് രക്ഷിച്ചു. വസ്ത്രം മനുഷ്യനെ പൊതിയുന്നു എന്നാണ് ചൊല്ല്. എന്നാൽ ഈശോയുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുകയാണ്. വസ്ത്രമായ എന്നെ ക്രൂരരായ മനുഷ്യർ അവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞിനെ അകറ്റുന്നത് പോലെയുള്ള ഒരു നൊമ്പരമാണ് ഞാൻ അനുഭവിച്ചത്. എന്നെ അവർ വലിച്ചു നീക്കിയപ്പോൾ
എന്നോടൊപ്പം അവന്റെ മാംസകഷ്ണങ്ങളും അവർ ചീന്തി എന്നതാണ് എൻ്റെ നൊമ്പരം. കുരിശിൽ തറയ്ക്കപ്പെടുവാൻ പോകുന്നവന് ഉടുതുണി പോലും വേണ്ട എന്ന് നിശ്ചയിച്ചുറപ്പിച്ചവൻ എന്നെ അവന്റെ ദേഹത്ത് നിന്ന് വലിച്ചു നീക്കുകയാണ്. അവന്റെ അടിസ്ഥാനാവകാശങ്ങളും ബന്ധതകളും അവർ അവന് നിഷേധിച്ചു. എങ്കിലും സ്വർഗസ്ഥനായ പിതാവും അവന്റെ അപ്പനുമായ ബന്ധത്തെ അവർക്ക് മുറിച്ചു മാറ്റാനായില്ല. സ്വർഗവും ഭൂമിയും എടുത്ത് അണിഞ്ഞവൻ ഇന്ന് നഗ്നനാണ്. അവനെ നിങ്ങൾ തരം താഴ്ത്തിയപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ഉയരങ്ങളിലേക്ക് എത്തിച്ചു. ഹേ മനുഷ്യരെ, പാപത്താൽ നഗ്നരാക്കപ്പെട്ട നിങ്ങളെ മഹത്വത്തിന്റെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചത് കൊണ്ടാണോ നിങ്ങൾ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തത്? നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? സ്നേഹീശോയെ, നിന്റെ വഴികളിൽ ചുവടുറപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശൂന്യമായ ഈ ലോകത്തിൽ പിറന്നു വീണ ഞങ്ങൾ ശൂന്യരായി തന്നെ ഇവിടെ വിടേണ്ടവരാണെന്ന് ഞങ്ങൾക്കറിയാം. പണവും പ്രതാപവും ലൗകിക ആനന്ദങ്ങളും ഞങ്ങളെ തൊടാതിരിക്കട്ടെ. അവരനെ അവഹേളിക്കാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. പങ്കുവെക്കലിൻ്റെയും പരസ്പര ആദരത്തിൻ്റെയും പുണ്യം കൊണ്ട് ഞങ്ങൾ നിറയപ്പെടട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കൃഷ്ണനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 33 വർഷത്തെ അവന്റെ സംശുദ്ധമായ ജീവിതത്തിന് മനുഷ്യർ അവന് സമ്മാനിച്ച 3 കാരിലും ബാണികളാണ് ഞങ്ങൾ. വേദനയോടുകൂടെ തന്നെ അവൻ ഏറ്റ കൊടും പാതകങ്ങളുടെ കഠോരത ഞങ്ങൾ ഏറ്റുപറയട്ടെ. നിയമജ്ഞരും പരിസയ്യരും അവൻ വിജയിച്ചു എന്ന മട്ടിൽ ഈശോയെ പരിഹസിക്കുകയാണ്. സമാധാനം വിതയ്ക്കാനായി കടന്നു വന്നവൻ ഏൽക്കേണ്ടി വന്ന വാക്കുകൾ ഒതുങ്ങാത്ത സഹനങ്ങൾക്ക് നേരെ അതിൻ്റെ നൊമ്പരം താങ്ങാനാവാതെ ഞങ്ങൾ മിഴികൂട്ടുകയാണ്. ഈശോയെ കുരിശിന്റെ വിരിമാറിൽ കിടത്തിയിരിക്കുന്നു. ഒരു തകരപാത്രത്തിൽ അടയ്ക്കപ്പെട്ട ഞങ്ങളെ 3 പേരെയും അവർ പുറത്തെടുക്കുന്നു. നന്മ ചെയ്ത അവന്റെ കരങ്ങളിലേക്ക് ഞങ്ങളിൽ 2 പേരെ ആഴ്ത്തി ഇറക്കി. അവന്റെ കാലുകൾ വലിച്ചിഴച്ച് കൂട്ടിക്കെട്ടി ഞങ്ങളിൽ 3-ാമനെ അതിൽ തറച്ചു. പിതാവേ, ഇത് സഹനാതീതമാണെന്ന് ദിഗന്ധങ്ങൾ മുഴങ്ങിയ ആ നിലവിളി ഞങ്ങളുടെ ഉള്ളിൽ അഗ്നി പടർത്തിയിരിക്കുന്നു. കൊടും ചൂടിൽ ഉരുകിയില്ലാതായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എങ്കിലും അവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട സ്നേഹാഗ്നി അനുകമ്പയുടെയും സഹാനുഭൂതിയുടെയുമായിരുന്നു. ലോകത്തെ വിമോചിക്കാൻ വന്നവനെ നിങ്ങൾ കഠോരമായ പീഡകളോടെ ക്രൂശിച്ചു. അവന്റെ സഹനങ്ങളെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ലജ്ജയില്ലേ നിങ്ങൾക്ക്? കാണികളായ ഞങ്ങൾ ചോദിക്കുന്നു. സ്നേഹിശോയെ, മാതാപിതാക്കളെയും മക്കളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും വേണ്ടത്ര മനസ്സിലാക്കാതെ വിളിക്കുമ്പോൾ ഞങ്ങളിൽ സ്നേഹം നിറയട്ടെ. വേദന നൽകാതെ സ്വാതന്ത്ര്യവും സ്നേഹവും മറ്റുള്ളവർക്ക് പകരാൻ ഞങ്ങളെ
പരിശുദ്ധ മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കൃഷ്ണനാൽ അങ്ങ് ലോകത്തെ വിപരീക്ഷിച്ചു. കുരിശിലേറ്റപ്പെട്ട അനേകം പേരെ കാൽവരിയായ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ അന്ത്യരോധനങ്ങൾ എൻ്റെ ചെവികളിലുണ്ട്. അപ്പോഴൊക്കെ മൗനം ഭജിച്ചിരുന്ന എൻ്റെ ഉള്ളം സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടിയിണക്കിയ സകലത്തിൻ്റെയും നാഥൻ ക്രൂശിൽ തൂക്കപ്പെട്ടപ്പോൾ ഇടഞ്ഞുപോയി. അന്ധകാരം പുതപ്പെട്ട ഭൂമിയിൽ ദാരുണ മരണത്തിൻ്റെ ഭീകരതകൾ കണ്ടാസ്വദിക്കാനല്ലാതെ മറ്റൊന്നിനും അവർക്കായില്ല. 9-ാം മണിക്കൂറിൽ അവൻ നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അപ്പോൾ താബോർ മലയിൽ മുഴങ്ങിയ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന മൊഴി കാൽവരിയിൽ പ്രതിധ്വനിക്കുകയായിരുന്നു. ജനക്കൂട്ടത്തിൽ ആരെങ്കിലും ഈ നിലവിളി കേട്ടിരുന്നുവെങ്കിലെന്ന് കാൽവരി മലയായ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവനെ രക്ഷിക്കാൻ ഏലിയ വരുമോ എന്ന് നോക്കാം. അവർ അവനെ പരിഹസിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് ക്ഷമയോടെ എല്ലാം വീക്ഷിച്ചു. എന്നാൽ പ്രപഞ്ചം പ്രതികരിച്ചു. സൂര്യൻ മറഞ്ഞു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് ഈശോ ജീവൻ വെടിഞ്ഞു. ദേവാലയത്തിന്റെ തിരശീല നടുവേ കീറിപ്പോയി. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. സൃഷ്ടാവിന്റെ നെഞ്ചുപിടയുമ്പോൾ പ്രകൃതിക്ക് മൗനം നടിക്കാനാവുന്നു. അവന്റെ സഹനങ്ങൾ കണ്ട ശതാധിപൻ വിളിച്ചു പറയുന്നു, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. നിങ്ങളെ രക്ഷിക്കാൻ പിറന്നവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ അവൻ സ്വയം അർപ്പണം ചെയ്യുന്നു. ഈ ഭൂമിയിലെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം പിതൃസന്നിധിയിലേക്ക് അവൻ ഉയർന്നു. ഇങ്ങനെ ഒരു രക്ഷകനെ നിങ്ങൾക്ക് നിർമ്മിക്കാനാവുന്നു. കാൽവരി ഗിരിയായ ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി, അല്ലയോ മനുഷ്യവംശമേ, ചോദിക്കട്ടെ, മറുപടി ഉണ്ടോ? സ്നേഹമുള്ള ഈശോയെ, തന്നെ തന്നെ താഴ്ത്തിയതുകൊണ്ട് നീ ഉയർത്തപ്പെട്ടു. എനിക്ക് ജീവൻ നൽകാനായി നീ കുരിശിൽ മരിച്ചു. ത്യാഗത്തിലൂടെയും വിനയത്തിലൂടെയും മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി ജീവിക്കുവാനും അവരുടെ ഭാരങ്ങൾ ലഘൂകരിക്കുവാനും ഞങ്ങളെയും അനുവദിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കൃഷ്ണനാൽ അങ്ങ് ലോകത്തെ വിപരീക്ഷിച്ചു. എല്ലാവരും സമാശ്വാസം കണ്ടെത്തുന്ന അമ്മ മടിത്തട്ടാണ് ഞാൻ. മടിയിൽ ജീവനിട്ടു കിടക്കുന്ന മകന്റെ ശരീരം നോക്കി അവൾ നിശബ്ദയാവുകയാണ്. അതുകൊണ്ട് അമ്മ മടിത്തട്ടായ ഞാൻ സംസാരിക്കട്ടെ. മകന്റെ ദാരുണാവസ്ഥയിൽ അമ്മയുടെ നേത്രങ്ങൾ പൊഴിച്ച രക്തത്തുള്ളികൾ എന്നെ നനച്ചു. ഗബ്രിയേൽ ദൂതനിൽ നിന്ന് മംഗളവാർത്ത ശ്രവിച്ചതു മുതൽ ഈ നിമിഷത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നത് പോലെ ആരെയും പഴിച്ചാരാതെ അവൾ ധ്യാന നിർലീനയാവുകയാണ്. ആകാശത്തിലെ പക്ഷികൾക്കും സമുദ്രത്തിലെ ജീവജാലങ്ങൾക്കും ജീവൻ നൽകിയ പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ അമ്മയുടെ മടിയിൽ മരിച്ചു കിടക്കുന്നു. ബത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ആനന്ദ കണ്ണീർ പൊഴിച്ച അമ്മമിഴികൾ ഇവിടെ കാൽവരിയിൽ സങ്കട കണ്ണീർ പൊഴിക്കുന്നു. ഉണ്ണിയായിരുന്ന ഈശോ കരഞ്ഞപ്പോൾ അമ്മ മറിയം അവനെ മടിയിലിരുത്തി താരാട്ടുപാടി. അവൻ്റെ വളർച്ചയിൽ
സങ്കട നിമിഷങ്ങളിലെല്ലാം അമ്മമാരിൽ ചായ്ച്ച് അവനെ തലോടിയും തഴുകിയും അവന് ആശ്വാസം പകർന്നു. അതേ കരവലയത്തിലാണ് ഇന്ന് അവൻ്റെ ജീവനറ്റ ശരീരം കിടക്കുന്നത്. കീറിമുറിഞ്ഞ അവൻ്റെ ശരീരവും തകർക്കപ്പെട്ട ഞരമ്പുകളും പടയാളികളുടെ ചാട്ടവാറടിയിൽ തെറിച്ച രക്തത്തുള്ളികളും കണ്ടപ്പോൾ അവൾ നിലവിളിച്ചു പോയി. എൻ്റെ ഉദരത്തിൽ പിറന്ന പൊന്നുമകനെ, എന്തിനു നീ എന്നെ വിട്ടുപിരിഞ്ഞു? ഇടനെഞ്ചു പൊട്ടിയുള്ള അവളുടെ വിലാപം എൻ്റെ കാതുകളിൽ ആർത്തലയ്ക്കുകയാണ്. ഒരുപാട് അമ്മമാരെ സമാശ്വസിപ്പിച്ചവൻ, ജെറുസലേം സ്ത്രീകൾക്ക് ധൈര്യം പകർന്നവൻ, സ്വന്തം അമ്മയെ ആശ്വസിപ്പിക്കാനാവാതെ അവളുടെ മടിയിൽ കിടക്കുന്നു. ഇപ്പോൾ തൻ്റെ മടിയിൽ പ്രജ്ഞയേറ്റു കിടക്കുന്നവൻ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടേണ്ടവനാണെന്ന് അവൾ അറിഞ്ഞിരുന്നുവോ? മറിയത്തിൻ്റെ മടിത്തട്ട് മാനവരാശിയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, എന്തിനാണ് ഈ 2 ഹൃദയങ്ങളെ വേർതിരിക്കാൻ നിങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുന്നത്? മറുപടിയുണ്ടോ നിങ്ങൾക്ക്? സ്നേഹമുള്ള ഈശോയെ, യുവജനങ്ങൾ ഭാവി വാഗ്ദാനങ്ങളാണെന്ന് ഓരോ മാതാവും പിതാവും അറിയട്ടെ. തങ്ങളുടെ മക്കളെ സാമൂഹിക പ്രതിബദ്ധതയിലും ദൈവഭയത്തിലും വളർത്താൻ അവർക്ക് കൃപ നൽകണമേ. ഉറച്ച വിശ്വാസത്തിൽ അവരെന്നും നിനക്ക് വേണ്ടി ജീവിക്കട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുഖങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അകലോകത്തെ വീടുപേക്ഷിച്ചു. തൻ്റെ ഉദരത്തിൽ പിറന്ന മകന് ലോകരക്ഷയ്ക്ക് വേണ്ടി ധീരയായ ഒരമ്മ കല്ലറയിൽ അടക്കം ചെയ്യുന്നു. ഒരു പാവപ്പെട്ട വിധവ ദേവാലയത്തിൽ അർപ്പിച്ച ചെമ്പത്തൊട്ടുകൾ ഓർത്തിട്ടാവാം മറിയം തൻ്റെ ഏക മകനെ സ്വമേധയാ കല്ലറയിൽ സമർപ്പിക്കുന്നത്. മൃതസംസ്കാരം എന്നത് പ്രിയപ്പെട്ട ആരുടെയോ ദേഹം മണ്ണിൽ മറവ് ചെയ്യുന്ന സദാചാരമാണ്. അവിടെ മറ്റു പലരും അടക്കം ചെയ്യപ്പെടുകയും ചെയ്യാം. യേശുവിനെ അടക്കം ചെയ്യുന്ന ഞാനാകുന്ന കല്ലറ ഇതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത പുതിയ ഇടമാണ്. യേശുവിനെ രഹസ്യമായി പിഞ്ചെന്ന് അരമത്യക്കാരൻ ജോസഫിനെ നോക്കി ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. അവൻ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ ശരീരത്തെ പരിചരിച്ചുകൊണ്ട് തൻ്റെ ഭക്തി പ്രകടിപ്പിക്കുന്നു. ജോസഫ് യേശുവിനെ എടുത്ത് വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് എൻ്റെ ഉള്ളിൽ കിടത്തി. ഇനിയും ക്രൂരമായ പ്രഹരങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ അവനെ ഞാൻ സുരക്ഷിതമായി എൻ്റെ ഉള്ളിലാക്കി. എല്ലാം കൊടുത്തുവിട്ടിട്ട് എന്നരുൾ ചെയ്തവൻ്റെ അന്ത്യയാത്ര കർമ്മങ്ങൾ അവസാനിച്ചു. 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് 7-ാം ദിനം വിശ്രമിച്ചവൻ ഈ ഭൂമിയിൽ 33 വർഷം പൂർത്തിയാക്കി അന്തിയുറങ്ങുന്നു. അന്നൊരിക്കൽ ഈശോ തന്റെ ശിഷ്യന്മാരോടൊപ്പം കടലിലായിരുന്നപ്പോൾ അവൻ ഒന്ന് കണ്ണടച്ചത് കൊണ്ടാണ് വെള്ളം ഇരച്ചു കയറിയത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ പരിപാലിക്കുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടെന്നാണ് അവൻ കണ്ണുകളടച്ച് കല്ലറയിൽ ഉറങ്ങുന്നത്. അതെ, കടലിൻ്റെയും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മേലുള്ള തൻ്റെ ആധിപത്യം ഉറപ്പിച്ചിട്ടാണോ അവൻ വിശ്രമിക്കുന്നത്? ഈശോ പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലുള്ളതുപോലെ ഞാൻ ചെയ്യണേ. ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. അവൻ പറഞ്ഞ രാത്രിയാണോ ഇത്? അത്ഭുതങ്ങൾക്കും പ്രബോധനങ്ങൾക്കും പ്രതിഭംഗി നൽകുന്നതിന് പകരം
ഭാരമേറിയ കുരിശെടുക്കുവാൻ അവനെ നിർബന്ധിക്കുകയും ദാരുണമായി കാൽവരിയിൽ കുരിശിൽ തറയ്ക്കുകയും ചെയ്ത് മണ്ണിനടിയിലാക്കുവാൻ നിങ്ങൾ അവനെ കൈവെടിഞ്ഞു. എന്തിനാണ് നിങ്ങൾ അവനെ കല്ലറയിൽ വിട്ടത്? കല്ലറയാകുന്ന ഞാൻ മനുഷ്യ മനസാക്ഷിയോട് ചോദിക്കുകയാണ്, ഉത്തരമുണ്ടോ നിങ്ങൾക്ക്? സ്നേഹമുള്ള ഈശോയെ, നിന്റെ തിരുദ്ധാനത്തിലൂടെ ഉദ്ധിതരാകുവാനും പ്രത്യാശ നൽകാനുമുള്ളവരാണ് ഞങ്ങളെന്ന് നീ പഠിപ്പിച്ചു. നീ ഞങ്ങൾക്ക് നൽകിയ കൃപയും ശക്തിയും മനസ്സിലാക്കുന്നതിനും ദൈവരാജ്യം നീതിയോടെ കെട്ടി ഉയർത്തുവാനും കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിന്റെ അവസാന വേളയിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ. ഈശോയുടെ സ്നേഹത്തിന്റെ അടയാളമാണ് കുരിശ്. കുരിശിന്റെ വഴിയിലെ ഓരോ യാത്രയും നമ്മെ വെണ്മയിലേക്ക് നയിക്കുന്നു. ശബ്ദമുഖരിതമായ ലോകത്തിൽ മൗനത്തിന്റെ നാദവീചികൾക്ക് ആത്മീയതയുടെയും പരിവർത്തനത്തിന്റെയും കഥ പറയുവാനുണ്ട്. സിസ്റ്റർ ലിനി ഷീജയുടെ മൗനത്തിന്റെ നാദവീചികൾ എന്ന പുസ്തകത്തിലെ കുരിശിന്റെ വഴിയുടെ പ്രതിഫലനങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ദൃശ്യാവിഷ്കാരമാണ് നമ്മുടെ വല്ലാർപാടം ബസിലിക്കയിൽ ഈ കഴിഞ്ഞ ദിവസം, അതായത് വലിയ ബുധന്റെ അന്ന്, ജീസസ് യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പേരിൽ നടത്തിയ ഒരു ഷാഡോ സ്കിറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. വളരെ മനോഹരമായ ഗാനങ്ങളും ഈ ചിത്രീകരണത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിന് പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ഗാനങ്ങൾ ഒഴിവാക്കിയത്. ഏതായാലും ദൃശ്യാവിഷ്കാരം വളരെ മനോഹരമായിരുന്നു. ഈ സ്കിറ്റിന് മുൻപായിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങളും മേക്കപ്പും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെ മനോഹരമായിട്ട് തന്നെ അവരവിടെ അവതരിപ്പിച്ചു. മനോഹരമായ ഒരുപാട് ആളുകൾ അവിടെ കണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കാം. ഈ ദുഃഖവാരാചരണവുമായി ബന്ധപ്പെട്ടും ഈസ്റ്ററുമായി ബന്ധപ്പെട്ടും ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടേക്കാം. അതോടൊപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.